നമുക്കിതൊരു ഫ്രൂട്ട് സലാഡ് ആയാലോ? നിങ്ങൾ പലതരത്തിലുള്ള ഫ്രൂട്ട് സലാഡ് കണ്ടിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടാവൂലേ? അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ഫ്രൂട്ട് സലാഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് ഐസ്ക്രീമിന്റെ ഒന്നും ഒരു ആവശ്യമേ വരുന്നില്ല. ഞങ്ങൾ സ്ഥിരമായി ഇത് ഇവിടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താന്ന് കരുതി. അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കോട്ടെ. അപ്പൊ എന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്ക്. അപ്പൊ എന്റെ വീഡിയോസ് എല്ലാം അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, ഒരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു 3 മാതള നാരങ്ങ, 4 ആപ്പിള്, 2 ചെറുപഴം എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത്തപ്പഴം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ ഞാൻ പച്ചമുന്തിരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഇതിന് വേണ്ടത് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം, അതൊരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഡേറ്റ്സ്, അത് എത്രയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും ഫ്രൂട്ട്സ് ആണ് നമുക്ക് ആവശ്യം കേട്ടോ. ഇതിപ്പോ ഞാൻ ഒരു വലിയ ബീട്രൂട്ട് എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വിസിൽ വരുത്തി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി വേവിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമേ. ഇപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കുഞ്ഞാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും ചെറുതാക്കി മുറിക്കണതാണ് നല്ലത്, ഒത്തിരി വലുപ്പമാക്കണേനേക്കാളും. ഇപ്പൊ അതേ പൈനാപ്പിൾ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ അനാർ, നമ്മുടെ മാതളനാരങ്ങ എടുത്തു വെച്ചു, ആപ്പിളും ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഗ്രേപ്സ് ഞാൻ ഇതിനകത്ത് കുരു ഉള്ളത്, അതുകൊണ്ട് കുരു കളഞ്ഞ് കുഞ്ഞാക്കി മുറിച്ചിട്ടുണ്ട്. അതുപോലെ അതെ പഴം നമ്മുടെ അടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഡേറ്റ്സ് ഞാൻ ഒരു കപ്പോളം ഡേറ്റ്സ് എടുത്തിട്ടും അതും കുഞ്ഞാക്കി മുറിച്ച് വെച്ചു. നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉണ്ട്. അതുപോലെ ഞാൻ ഒരു 2 ടീസ്പൂണോളം നമുക്ക് വാനില എസൻസിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാനൊരു 1.5 കപ്പോളം പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് കൂടുക കുറയൊക്കെ ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ഫ്രൂട്ട് സലാഡിന് നല്ലൊരു കളറും ഇനി ഇത് കൊടുക്കും. അപ്പൊ ഞാനിത് അരച്ചെടുത്തോണ്ട് കൂടി വരാം കേട്ടോ. ഇനി നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അത് ഞാനിപ്പോ പൈനാപ്പിൾ ഇടുന്നത്. അതിനുശേഷം അതിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോ 2 ടേബിൾ സ്പൂൺ വീതം പഞ്ചസാര ഇട്ടാൽ മതിയാകും. അതിനുശേഷം അടുത്ത ഫ്രൂട്ട് ഇടുക, പിന്നെ അതിന് വേണ്ട പഞ്ചസാര ഇടുക. അങ്ങനെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ ഫ്രൂട്ട്സും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ച് ഇളക്കി കുഴഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു മൂടി വെച്ച് മൂടിയിട്ട് നമുക്കൊന്ന് കൈ വെച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അടിച്ചു വെച്ചിരുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്കിത് മിക്സ് ആക്കാം നന്നായിട്ട്. ഇതിപ്പോ ഞാൻ ഒരു വലിയ ബീട്രൂട്ട് വേവിച്ചിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് അടിച്ചു വെച്ചതാണ്. വെള്ളം ചേർത്തല്ല അടിച്ചത്. ഇനി നമുക്കത് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഉടഞ്ഞു പോവാതെ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഞങ്ങളുടെ പപ്പൂസിന്റെ റെസിപ്പിയാണ്. പുള്ളി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് പപ്പൂസ് പറഞ്ഞ റെസിപ്പിയാണിത്. ഇത് വെച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മുടെ ഫ്രൂട്ട് സലാഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് വരിക. ഇത് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട് സലാഡ് അങ്ങനെ റെഡി ആയിരിക്കുന്നു. അതിന്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കസ്റ്റർഡ് പുഡിങ്ങും കൂടെ വെച്ചു കേട്ടോ. അടിപൊളിയാ കസ്റ്റർഡ് പുഡിങ്ങിന്റെ കൂടെ ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീമും കൂടെ ചേർക്കാം. അപ്പൊ നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങി ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പൊ ഇതിനകത്ത് 2 ഫ്രൂട്ട്സ് മാത്രം ചേർക്കരുത്, പപ്പായയും വാട്ടർമെലനും. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ആയിരിക്കും. അപ്പൊ ട്രൈ ചെയ്തിട്ട് എനിക്കൊന്ന് കമന്റ് കൂടെ ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതും എല്ലാവർക്കും ബൈ ബൈ.